ഞങ്ങളുടെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു നാട്ടിലേക്ക് പോകുക എന്ന്. അതുകൊണ്ട് തന്നെ കയ്യിൽ കിട്ടിയതൊക്കെ പെട്ടിയിലാക്കി ഞങ്ങൾ രാവിലെ തന്നെ പുറപ്പെട്ടു. ഒച്ചയൊക്കെ കേട്ട് ലച്ചു എണീറ്റു. പക്ഷെ ആൾ കാറിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. രാവിലെ തന്നെ നല്ല ട്രാഫിക് ഉണ്ട്. പിന്നെ നേരം വെളുത്തപ്പോഴേക്കും ഒരു ചായയൊക്കെ കുടിച്ച് സെറ്റായി. ലച്ചുവിനെ ഒരു ടോയൊക്കെ കൊടുത്ത് ഇരുത്തിയേക്കാണ് ഞാൻ. ഞങ്ങൾ ഈ പ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ഒരു വില്ലേജ് റൂട്ടാണ് എടുത്തത്. വീരപ്പൻ്റെ നാടായ സത്യമംഗലം വഴിയാണ് യാത്ര. പോണ വഴിക്ക് ഞങ്ങൾ മെട്രോ ഡാമൊക്കെ കണ്ടു. അവിടെ ഇറങ്ങാനൊന്നും നിന്നില്ല, ടൈം പോകും. പിന്നെ അവിടെ അടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഈ വഴി വന്നതുകൊണ്ട് തന്നെ 2-3 ടോളൊക്കെ സ്കിപ്പ് ചെയ്യാൻ പറ്റി. ശിവയുടെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് ഈ വഴി എടുത്തത്. പക്ഷേ ഹൈവേ ആണ് ബെറ്റർ എന്ന് തോന്നി. എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് കോയമ്പത്തൂർ എത്തി. പിന്നെ അവിടുന്ന് തന്നെ ലഞ്ചും കഴിച്ചു. പിന്നെ തൃശ്ശൂരായപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങി. നാട്ടിൽ പലയിടത്തും റോഡ് പണി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ലേറ്റായി. എറണാകുളത്ത് പ്രതീക്ഷ അത്രയും ബ്ലോക്ക് കിട്ടിയില്ല. ഒരു 8:30യുടെ അടുത്ത് വീട്ടിലെത്തി. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം ലച്ചു അപ്പൂപ്പൻ്റെ അമ്മമ്മയുടെ അടുത്തെത്തി. അവർ രാവിലെ തൊട്ടേ ലച്ചുവിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ലച്ചുവിനെ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.